പോകുകയാണ്, ആ മുഖങ്ങളൊന്നും ഇല്ലാതെ. നമുക്ക് ഒരു വാക്യം വായിക്കാം. എസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 37-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. മതി സിസ്റ്ററെ. താങ്ക് യു സിസ്റ്റർ ജോളി. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി യേശുപ്പായ്ക്ക് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇസക്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ ഹല്ലേലൂയ പ്രവാചകനായ യെഹെസ്കേൽ കാണുന്ന ഒരു ദർശനമല്ലേ, ഒരു ദർശനമാണല്ലേ, അല്ലാതെ അവിടെ അസ്ഥിക്കൂട്ടം ഒന്നും ഇല്ല. അക്ഷരീകമായിട്ട് ഒരു അസ്ഥിക്കൂട്ടം അല്ലാതെ തികച്ചും അതൊരു ദർശനികമായ പ്രൊഫറ്റിക്കൽ മൊമെന്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്, പ്രസംഗമാണ്. ഇസ്രായേൽ മക്കളോടുള്ള അനുബന്ധത്തിൽ അവരുടെ അവസ്ഥകളെ കണ്ട് പ്രവാചകനായ യെഹെസ്കേൽ ഹല്ലേലൂയ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത്. അല്ലെങ്കിൽ ഈ വിഷന്റെ പ്രത്യേകമായ ഒരു പദ്ധതി എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു പ്രതീക്ഷ കൊടുക്കുക, അല്ലെ? എന്തിന്റെ പ്രതീക്ഷയാ? മടങ്ങി വരുന്നതിന്റെ ഒരു പ്രതീക്ഷ, റിസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ, ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടു പോയ, നാട് കടത്തപ്പെട്ട, അടിമത്തനത്തിൽ പിടിക്കപ്പെട്ടു പോയ ഒരു ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രവാചകനായ യെസക്കിയേൽ, പ്രസംഗികനായ യെസക്കിയേൽ ഹല്ലേലൂയ മലയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ താൻ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. മലയിൽ നിന്നവനെ അസ്ഥിത്താഴ്വരയിൽ ആത്മാവിലാ കൊണ്ടുപോയത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ദർശനമാണെന്ന്. ആത്മാവിൽ ഇപ്പോൾ യെഹെസ്കേൽ വന്ന് നിൽക്കുന്നത് എവിടെയാ? അസ്ഥിത്താഴ്വരയുടെ നടുവിലാ വന്ന് നിൽക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എവിടെയോ ഇരുന്ന ഒരു വ്യക്തിയെ, മലയിരുന്ന ഒരു വ്യക്തിയെ ആത്മാവ് വന്നപ്പോൾ ചില കാഴ്ചകൾ കാണിക്കുവാൻ, ചില അവസ്ഥകൾ കാണിക്കുവാൻ, ചില ദേശത്തിന്റെ അവസ്ഥകൾ, ചില കുടുംബത്തിന്റെ അവസ്ഥകൾ കാണിക്കുവാൻ കർത്താവ് താഴ്വരയിൽ കൊണ്ടുവരികയാണ്. താഴ്വരയിൽ കൊണ്ടുവന്ന് ആത്മാവിൽ നിർത്തുകയാണ്. ആത്മാവിലാണ് താഴ്വരയിൽ എത്തിയത്, ആത്മാവിലാണ് കണ്ടു തുടങ്ങുന്നത്. ആത്മാവിൽ കാണുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ഉണങ്ങിയ അസ്ഥി. പുള്ളി കണ്ടത് മുഴുവൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത അസ്ഥിയ അദ്ദേഹം കാണുന്നത്. ഇവിടെ ഈ കാഴ്ച യെഹെസ്കേലിനെ ദൈവം കാണിക്കുമ്പോൾ 3 പദ്ധതികൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇത് കാണിക്കുന്നതിന്റെ പുറകിൽ യെഹെസ്കേൽ മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷ നഷ്ടപ്പെട്ട, പിടിച്ചുകൊണ്ടുവന്ന അവരുടെ, നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെ? അവർ ബാബിലോണിയൻ പ്രവാസത്തിൽ ഇരിക്കുമ്പോഴാണ് യെസക്കേൽ ഈ കാഴ്ച കാണുന്നത്. അപ്പം അവരുടെ ഫിസിക്കലി അവര് എന്തായി? ഉണങ്ങിപ്പോയി, അല്ലെ? ആത്മീകമായിട്ട് അവര് ഉണങ്ങിപ്പോയി, മാനസികമായിട്ട് അവര് തകർന്നു പോയി. പിന്നിനെയും അവരുടെ ചർച്ചൊക്കെ തകർക്കപ്പെട്ടു. അവരുടെ തലമുറകളൊക്കെ ഇവിടെ വന്നിട്ട് കുറെ അങ്ങോട്ട് പോയി, കുറെ ഇങ്ങോട്ട് പോയി. ഒന്നും ഒരു എന്താ പറയാ, ഒരു സ്ഥിരതയില്ല. റീസ്റ്റോർഡ് അല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ജനത്തെ നോക്കി ഈ പ്രവാചകം വിളിച്ചു പറയുന്നു, അസ്ഥികഷണമേ, ഞാൻ നിന്നെ മടക്കി വരുത്താൻ പോവുകയാ. ഉടമന ശംദരൽക്കസിയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രതീക്ഷ നഷ്ടപ്പെട്ട, ജീവിതത്തിന്റെ ഭാവി നഷ്ടപ്പെട്ട, ജീവിതത്തിന്റെ ഹല്ലേലൂയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട, ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട, ആത്മീക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും സാമ്പത്തിക മണ്ഡലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളെ മടക്കി വരുത്താൻ പോവുകയാ. ഐ ആം ഗോയിങ് ടു റീസ്റ്റോർ യു.
അതാണ് ആ ദർശനം. അതാണ് 1 മുതൽ 14 വരെയുള്ള ഒരു ദർശനം. അസ്ഥിക്കഷ്ണമായിരുന്ന, പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയ, പ്രവാസത്തിൽ പിടിക്കപ്പെട്ട എല്ലാ പ്രതീക്ഷയും തകർന്ന ഈ ജനതയെ മടക്കി വരുത്തുന്ന അല്ലെങ്കിൽ ഒരു ദൈവിക പദ്ധതിയാണ് 1 മുതൽ 14 വരെയുള്ള ആ വാക്യങ്ങളിൽ പറയുന്ന ആ ദർശനം. നോക്കിക്കേ, യെസക്കിയാലും പിടിച്ചുകൊണ്ട് പോയൊരു വ്യക്തിയാണ്, അദ്ദേഹവും പിടിക്കപ്പെട്ടവനാ. ഓക്കെ, ഞാൻ എന്റെ ആ പോയിന്റിലേക്ക് വരാം. 3 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ സർവശക്തിയാണ്. സർവശക്തി എന്ന് പറഞ്ഞാൽ പരമാധികാരവും അറിവും. നമ്മുടെ കർത്താവ് പരമാധികാരിയായിട്ടുള്ള ദൈവമാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അസ്ഥിത്താഴ്വരയിൽ കൊണ്ട് നിർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അസ്ഥിത്താഴ്വര കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യത കടന്നു വന്നാൽ, അതിന് നമ്മുടെ ജീവിതത്തിൽ പല ചിന്തകളും ഉദ്ദേശങ്ങളും ഉണ്ട്, അല്ലേ? പക്ഷേ ദൈവം പറയുകയാ, അതിന്റെ പിറകിൽ ദൈവത്തിന് എന്തോ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്, അല്ലെ? എന്നെയും നിങ്ങളെയും കടത്തിവിടുന്ന അനുഭവങ്ങളും വേദനിപ്പിക്കുന്ന വെല്ലുവിളികളും, ഹല്ലേലൂയ, പോലും അറിയാതെ നമ്മൾ എത്തപ്പെടുന്ന ചില സാഹചര്യങ്ങളും, നമ്മെ പിടിച്ചുകൊണ്ടുപോയി അടിമപ്പെടുത്താൻ നോക്കുന്ന ചില ബാബിലോണിയൻ അതോറിറ്റികളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മൾ പറയണം, പ്രവചിക്കാൻ തുടങ്ങണം. നോക്കിക്കേ, അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയതെന്നറിയാമോ? നിങ്ങളുടെ സമൃദ്ധിയിൽ, നിങ്ങളുടെ സമ്പന്നതയിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ചെറിയ പൊക്കം, ഒരു ചെറിയ അല്ലെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കർത്താവ് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാ. ഞാൻ സോവ്രിയൻ ലോർഡാ, സർവശക്തിയുള്ള ദൈവമാ. ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ അറിവും എന്താണെന്ന് ചിലപ്പോൾ പഠിപ്പിക്കാൻ നാം ചില ശൂന്യതകളിലൂടെ കടന്നു പോകേണ്ടി വരും. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളും, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളും, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളും നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മോസ്റ്റും സഹോദരിമാരാ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു ബാല്യം കഴിഞ്ഞു കാണും, നമുക്കൊരു യൗവന കൗമാരമൊക്കെ കഴിഞ്ഞു, വൈവാഹിക ജീവിതത്തിലേക്ക് കയറി, നമുക്കറിയാം ഏതൊക്കെ വെല്ലുവിളികളിലൂടെയാ നമ്മൾ പുറത്തു വന്നതെന്ന്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊക്കെ കാര്യം ദൈവം നമ്മെ പഠിപ്പിച്ചില്ലേ? ഞാൻ ഒത്തിരി പഠിച്ചു, ദൈവം എന്നെ ഒത്തിരി പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഓരോ പഠിപ്പിക്കലിന് വേണ്ടിയാ ദൈവം ശൂന്യതയിൽ നമ്മെ കൊണ്ട് നിർത്തുന്നത്. പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ദൈവം സർവശക്തിയാണെന്നും, നമ്മുടെ ദൈവം സർവശക്തനാണെന്നും, നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ വലുപ്പം, അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് പവർ ഓഫ് ഗാഡ് ആൻഡ് ദ അൾട്ടിമേറ്റ് വിസ്ഡം ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവത്തിന്റെ അധികാരത്തിനു മീതെ ചലിക്കുന്ന ഒരു അധികാരമില്ല, എന്റെ ദൈവത്തിന്റെ ശക്തിക്ക് മീതെ ചലിക്കുന്ന ഒരു ശക്തിയില്ല, എന്റെ ദൈവത്തിന്റെ അറിവിന് മീതെ ചലിക്കുന്ന ഒരു അറിവില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ കാരണമാകുന്നെങ്കിൽ കർത്താവിനോട് പറ, യെസ് ലോർഡ്, ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദാനിയേലിന്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കിക്കേ. ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നം, വന്ന ആ പ്രതിസന്ധി, അത് ജീവനെ വെല്ലുവിളിക്കുന്ന പ്രശ്നം, അല്ലെ? ജീവനെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ദാനിയേലിന് വന്ന പ്രശ്നം എന്തുവാന്നറിയാമോ? തന്റെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഒക്കെ സിംഹക്കുഴിയിലാ ഇടാൻ പോന്നെ, സിംഹക്കുഴിയില. അവൻ തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, അവൻ തെറ്റ് ചെയ്തിട്ടല്ല സിംഹക്കുഴി പോയത്. പിന്നെ എന്തിനാ പോയത്? അവൻ നല്ലവനായതുകൊണ്ടാ സിംഹക്കുഴി പോയത്. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം വായിച്ചാൽ മതി. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഹി വാസ് ഫെയ്ത്ത്ഫുൾ. ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ തിന്മ ചെയ്തിട്ടല്ല, നന്മ സഹിച്ചിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? നമ്മള് ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ നാമം എടുത്ത് കർത്താവിനെ എന്തോ ചെയ്തോണം? നന്ദി പറഞ്ഞോണം. ഈ നാമം ധരിച്ചിട്ട് ഹല്ലേലൂയ തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാം, കുഞ്ഞേ, ഹല്ലേലൂയ, ഇതിൽ നാം ഭാഗ്യമുള്ളവരാന്ന് എണ്ണണം. ഭാഗ്യമുണ്ട്.
നമുക്കൊരു ഭാഗ്യമുണ്ട്. കർത്താവേ, ഞാൻ നല്ലത് ചെയ്തിട്ട്, ഞാൻ നന്മ ചെയ്തിട്ട്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട്, നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് അത് തിന്മയായി മാറിയല്ലോ എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു, തിന്മയെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് ഞാൻ. എത്ര പേർ വിശ്വസിക്കുകയാ? ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നം, ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധി, ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന ഹല്ലേലൂയ രേഖ, ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന മരണകരമായ ശിക്ഷ ദൈവം ഹല്ലേലൂയ രക്ഷയാക്കി മാറ്റിയില്ല. ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്താൻ, ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുത്താൻ, ദൈവത്തിന്റെ അറിവ് വെളിപ്പെടുത്താൻ ദൈവം ആ തിന്മയെ നന്മയാക്കി മാറ്റിയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അവസാനം ഒരു രക്ഷയിൽ തീർക്കുവാനല്ല ദൈവത്തിനുള്ളത്. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിന്റെ അസാധാരണമായ ശക്തി, അസാധാരണമായ ജ്ഞാനം, അസാധാരണമായ സർവശക്തിയും ജ്ഞാനവും അറിവും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ ദൈവം നമ്മളെ അനുവദിക്കുന്ന ഓരോ പ്രയാസങ്ങളും പരീക്ഷകളും നന്മയാണെന്നറിഞ്ഞ് നാം ഭാഗ്യമുള്ള ജനമാണെന്ന് ദൈവസന്നിധിയിൽ പറയണം. കേട്ടോ ജോലി സിസ്റ്ററെ? ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ ഞാൻ ഭാഗ്യവതിയാന്ന് പറയണം. ഞാൻ ഭാഗ്യവതിയാണ്. അത് പറയുമ്പോഴാ നമ്മളുടെ ജീവിതത്തിലെ നന്മകൾ വെളിപ്പെടുന്നത്. തിന്മ പോലെ ഡീവിയേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കേട്ടോ ജോളി സിസ്റ്ററെ, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ഇന്ന് പകൽക്കാലം കർത്താവ് പറയുവാ, ഹല്ലേലൂയ, തിന്മയെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം, തിന്മയെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം, വേദനയെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവം, അസ്വസ്ഥതയെ സ്വസ്ഥതയാക്കി മാറ്റുന്ന ഒരു ദൈവം, അസമാധാനത്തെ സമാധാനമാക്കി മാറ്റുന്ന ഒരു ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ശക്തിയിൽ കവിയുന്ന ഒരു സർവശക്തിയുള്ള ഒരു ദൈവം എന്റെ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന്. അതെ, എന്റെ വേദനയിൽ എന്താ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ളതാ? വേദന മാറ്റാനല്ല, വേദന ദൈവം മാറ്റും ഉറപ്പാ. വേദന മാറ്റുമ്പോൾ ദൈവത്തിന് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? എനിക്കല്ലേ പ്രയോജനം? എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയില്ലേ? പ്രയോജനം വേണ്ടല്ലേ? വേണം. എന്താ? ദൈവം ലോകം മുഴുവൻ പ്രശസ്തനാകേണ്ടവനാ, പ്രസിദ്ധീകരിക്കപ്പെടേണ്ടവനാ, അല്ലെങ്കിൽ ദൈവം ആരാധിക്കപ്പെടേണ്ടവനാ, ദൈവം അറിയപ്പെടേണ്ട ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരാണെന്ന് ലോകം അറിയണം. പ്രശസ്തി പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ കർത്താവ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറിയണം നമ്മുടെ ദൈവം ആരാണെന്ന്. നമ്മുടെ ദൈവത്തിന്റെ നാമം പ്രസിദ്ധിയാകണം. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിൽ മടങ്ങിപ്പോയി. അവിടെയുള്ള ഭൂതങ്ങളും അവിടെയുള്ള എല്ലാരും യേശുവിനെ അങ്ങ് ഫേമസ് ആക്കി. പക്ഷേ ഹല്ലേലൂയ സ്വന്തം വീട്ടിൽ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്വന്തം കുടുംബം ഏതാ സ്വന്തം കുടുംബം? എന്റെ അപ്പനും അമ്മയും ആണോ? അല്ല, ഈ ഇരിക്കുന്ന നമ്മളൊക്കെയാ സ്വന്തം കുടുംബം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? യേശുവപ്പായെ സ്വീകരിക്കണമായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു? സ്വന്തം വീട്ടിലും സ്വന്തം സഭയിലും ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശുവപ്പായെ മലയെ കൊണ്ടുപോയി താഴെ തള്ളിയിടാൻ നോക്കിയെന്ന്. മനസ്സിലായോ? ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ നാം അറിയേണ്ട ഒന്നാമത്തെ കാര്യം, എന്റെ ദൈവത്തിന്റെ സർവശക്തി, എന്റെ ദൈവത്തിന്റെ പരമാധികാരം, എന്റെ ദൈവത്തിന്റെ അറിവ്. എന്റെയും നിന്റെയും പ്രശ്നത്തിന്റെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുക്കാമോ? കർത്താവേ, എന്റെ പ്രശ്നം മാറ്റിയാൽ ഞാൻ 10 പേരോട് പറയും അങ്ങ് സർവശക്തനാണെന്ന്. ഒന്ന് തീരുമാനം എടുക്കാമോ? പറയാമോ? ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അത് തന്നെയാ ദൈവം നിങ്ങളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോ പ്രശ്നം മാറി പോകാനല്ല. ഹന്നായെ ഒന്ന് നോക്കിക്കേ. ഹന്നായുടെ പ്രശ്നം എന്തോ? മക്കളില്ല. മക്കളില്ലാത്തതാണോ പ്രശ്നം? ഈ മക്കളില്ലാത്തതല്ല പ്രശ്നം. മക്കളില്ലാത്തത് കൊണ്ട് കേൾക്കേണ്ടി വരുന്ന പ്രശ്നം, മക്കളില്ലാത്തത് കൊണ്ട് പ്രശ്നം. കാരണം എന്തുവാ? ഭർത്താവ് കുഞ്ഞുങ്ങളെ ഇല്ലാതെ ഗർഭപാത്രം അടച്ചെന്ന് മാത്രമല്ല അവിടെ എഴുതിയേക്കുന്നത്. രണ്ടാമതൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്തുവാ? നിങ്ങൾ പറഞ്ഞേ. വേറൊരു അമ്മച്ചി ഉണ്ടല്ലേ അവിടെ. ആ അമ്മച്ചി കുത്തിക്കൊണ്ടിരുന്നു. ആരെയാ? ഹന്നയെ കുത്തിക്കൊണ്ടിരുന്നു. അതൊരു പ്രശ്നമാണല്ലേ. കുത്താനും കൂടി ഒരാളെ തന്നാൽ എങ്ങനെ ഇരിക്കും? ഒന്നാമത് നമുക്ക് പ്രശ്നമുണ്ട്, അതിന്റെ കൂടെ കുത്താനും കൂടി 10 പേരെ തന്നാൽ അല്ലേ? ഈ പെണ്ണുമ്പുള്ള പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ സഹോദരി കുത്തിക്കൊണ്ടിരുന്നു. ഓർത്തു നോക്കിക്കേ പ്രിയ ദൈവമക്കളെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യത വരുമ്പോൾ
ആർക്കും സഹായിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് പകലിൽ യഥാർത്ഥമായി ദൈവം എന്നിലൂടെ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ കുടുംബത്തിൽ, കേട്ടോ സോണി സിസ്റ്ററെ, ഇന്നൊരു തീരുമാനം എടുത്തിട്ടേ പോകാവുള്ളൂ. കർത്താവേ, എന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ ആ പർപ്പസ് എന്താണ്? എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ നടുവിൽ കർത്താവിന്റെ എന്റെ മേളിലുള്ള പർപ്പസ് എന്താ? എന്തുകൊണ്ട് കർത്താവ് ഈ ശൂന്യത എനിക്ക് അനുഭവിക്കാൻ അനുവദിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ കടക്കേണ്ടി വന്നു? എന്തുകൊണ്ട് എന്റെ ഗർഭപാത്രം അടച്ചു? എന്തുകൊണ്ട് എന്നെ കുത്താൻ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു? പറയാം. അതിന്റെ നടുവിൽ ഒരു കുഞ്ഞിനെ കൊടുക്കുക എന്നത് നമ്മുടെ കർത്താവിന് അസാധ്യമൊന്നുമല്ല. അതിന്റെ നടുവിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ തീരുമാനത്തിലേക്ക് ഹന്ന എത്തിയപ്പോഴാണ് ഹന്നായിക്ക് കുഞ്ഞിനെ കിട്ടിയത്. അപ്പൊ ഇന്ന് പകലും നമ്മൾ എന്താ ചെയ്യണം? ഒരു തീരുമാനം എടുത്തു പോകണം. I don't know how many of you are following this. എത്ര പേർ ഇതാ ഫോളോ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ശൂന്യത ദൈവത്തെ വെളിപ്പെടുത്തുന്നതാക്കി മാറണം. ദൈവശക്തി തിരിച്ചറിയുന്നതാക്കി മാറണം. ദൈവശക്തിയെ ഘോഷിക്കുന്നതാക്കി മാറണം. എന്റെ വേദനയിൽ ഞാൻ തിരിച്ചറിയേണ്ട സത്യം, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് തിരിച്ചറിയണം. അത് 10 പേരോട് പറയണം. എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഞാൻ എല്ലായിടത്തും പറയും. ചില സ്ഥലത്ത്, ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴേ എന്നോട് ഒരു ആന്റി വന്നു പറഞ്ഞു, സിസ്റ്ററിന് 5 വർഷമല്ലേ കുഞ്ഞുങ്ങളില്ലായിരുന്നേ? എനിക്ക് 16 വർഷം ഇല്ലായിരുന്നെന്ന്. ഓർത്തു വയ്ക്കേ. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി, കർത്താവ് ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? കാരണം നമുക്ക് 5 വർഷത്തിന്റെ കണക്ക് പറയുമ്പോൾ അവിടെ 10ഉം 20ഉം വർഷത്തിന്റെ കണക്ക് പറയുന്നവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവർ. പക്ഷെ ദൈവാത്മാവ് എന്നെ തടുത്തു. ദൈവം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതല്ല അതിന്റെ സത്യം. നീ പറയണം. കാരണം എന്നോട് മെഡിക്കൽ സയൻസ് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന്. ആ സ്ഥാനത്ത് എനിക്ക് ദൈവം തരുന്നത് വർഷത്തിന്റെ കണക്കിലല്ല, ദൈവം തന്നതാ. അപ്പൊ ദൈവം തന്നതിനെ ദൈവം തന്നു എന്ന് പറയാൻ നാം ആർജവം കാണിക്കണം. എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നാൽ 10 പേരോട് ദൈവമാ തന്നതെന്ന് പറയാൻ ഒരാർജവം കാണിക്കണം. ഇന്ന് മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2 മക്കൾ ഉണ്ടെന്നല്ല പറയുന്നത്. എന്റെ മറുപടി വ്യത്യസ്തമാ. എനിക്ക് 2 മക്കളെ ദൈവം തന്നെന്നാ ഞാൻ പറയുന്നത്. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്നതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയും ഈ അമേരിക്കയിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ സിസ്റ്റർ ആര് കൊണ്ടുവന്നു, സിസ്റ്റർ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്ന അറിയാമോ? എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നു. ഓക്കെ, നമുക്കുണ്ട് മധ്യസ്ഥരുണ്ട്, നമുക്ക് മീഡിയേറ്റേഴ്സ് ഉണ്ട്, ഹെൽപ്പിംഗ് ചെയ്യുന്നവർ. അവരെ നമ്മൾ മറക്കരുത് കേട്ടോ. അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷേ തരുന്നതും കൊണ്ടുവരുന്നതും നിർത്തുന്നതും മാനിക്കുന്നതും ദൈവമാ. മഹത്വം ദൈവത്തിന് പോകട്ടെ. സർവശക്തിയുള്ള ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ മടിക്കരുത്. എന്റെയും നിങ്ങളുടെയും ശോധനയുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുക്കാമോ? കർത്താവേ, ഉടമന വൈഡല ഹത്തുന അറികക്കനഗസിയാം തരാ. അല്ലെങ്കിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ അത്ഭുതം എന്താ? അല്ലെങ്കിൽ ഒന്നാമത്തെ തിരിച്ചറിവ് എന്താ? എന്റെ ജീവിതത്തിൽ ഞാൻ അടിമപ്പെട്ട ഇസ്രായേലിനെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് അവർ തിരിച്ചറിയണം. ഞാൻ സർവശക്തിയുള്ള ദൈവമാ, ഞാൻ പരമാധികാരിയാ, ഞാൻ സർവജ്ഞാനിയാ, ഞാൻ സർവവ്യാപിയാ. ഇത് ഇസ്രായേൽ മക്കൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അവർ പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഇനി അകന്നു പോകാതിരിക്കാൻ ദൈവം അവരെ പ്രവാസത്തിൽ ഏൽപ്പിച്ചു. അവരുണങ്ങി അസ്ഥി കഷ്ണമായി മാറി. ഓർത്തു നോക്കിയേ, ചർച്ച് നഷ്ടപ്പെട്ടു, സ്ഥലവും ഭൂമിയും നഷ്ടപ്പെട്ടു, അവരുടെ അധികാരികൾ നഷ്ടപ്പെട്ടു, അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവർ വന്നു കിടക്കുന്നത് ബാബിലോണിയൻ ആധിപത്യത്തിലാണ്. ഇപ്പം അവരുടെ തലമുറകളെയും നഷ്ടപ്പെട്ട പോലെയാ കുറെയൊക്കെ. അവരുടെ വിശ്വാസം ഒന്നും ഈ തലമുറയിലേക്കൊന്നും എത്തുന്നില്ല. തലമുറകൾക്ക് അല്ലെങ്കിൽ പെല്ലെ വഴുതിപ്പോയി തുടങ്ങി ബാബിലോണിയൻ അല്ലെങ്കിൽ സംസ്കാരത്തിലേക്ക്. എല്ലാം നഷ്ടപ്പെട്ട ഇസ്രായേൽ മക്കളോട് ദൈവം പറയുക, ഞാൻ മടക്കി വരുത്തും, പക്ഷെ നിങ്ങൾ അറിയണം ഞാൻ ആരാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇനി രണ്ടാമത്തേതാ ഈ വചനത്തിന്റെ ശക്തി നമ്മൾ അറിയണം. പ്രവർത്തിക്കുന്നത് വചനമാണ്. ഈ വചനത്തിന് ശക്തിയുണ്ടോ? സോണി സിസ്റ്ററെ, ഒരു വചനം പറഞ്ഞങ്ങോട്ട് പ്രവചിക്കണം കേട്ടോ. ആ വചനം അങ്ങനെ നടക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിന് ശക്തിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയേണ്ടത്? അത് നിങ്ങളങ്ങ് പറയണം. നിങ്ങൾക്കറിയോ, ഞാൻ ഈ വയറെ തട്ടി ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എന്റെ യൂട്രസ് തുറന്നു വരട്ടെ.
ഡോക്ടേഴ്സിനാണ് എന്റെ യൂട്രസിൽ പ്രശ്നം, ഡോക്ടേഴ്സിനാണ് എന്റെ ഓവറി സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്റെ ദൈവത്തിന് അവിടെ ഒരു കുഴപ്പമില്ല. എന്റെ കർത്താവിന്റെ വചനം അയച്ചു. ഹല്ലേലൂയ. വചനം അയച്ചപ്പോൾ വചനം അവിടെ പ്രതിക്രിയ ചെയ്തു. അസാധ്യതകളെ നോക്കി ഇന്ന് പകലിൽ പ്രവചിക്കാൻ കഴിയുമോ? അസാധ്യതയുള്ള സാഹചര്യങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം പ്രവചിക്കാൻ കഴിയുമോ? എന്റെയും നിങ്ങളുടെ അവസ്ഥകളെ നോക്കി, ഉണങ്ങിയ അസ്ഥിയെ നോക്കി, ഉണങ്ങിയ കുഞ്ഞിനെ നോക്കി, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭാവിയെ നോക്കി, ജോലി നഷ്ടത്തെ ഓർത്ത്, തലമുറയെ ഓർത്ത്, ആത്മീക ശൂന്യതയെ ഓർത്ത്, ചൂഷണത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് രാത്രികാലം പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് പ്രവചിക്കാൻ കഴിയും? ഈ വചനമായി ചെന്ന് പ്രവചിക്കാമോ? ഉടമന ഹദന ഹക്ഷസിയാം തരാ സിമ്പിൾ ആണ്. ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അത്ഭുതം നമ്മൾ കാണും. സിമ്പിളാ. ഹല്ലേലൂയ. ഇതിന്റെ അകത്തെ ഫുൾ മീനിങ് എന്താണെന്നറിയോ? ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്ന. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്കൊരു മടങ്ങിവരവില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്കൊരു രൂപാന്തരമില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്കൊരു ഉദ്ധാരണമില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. ഇന്ന് പകൽ മടങ്ങി വന്ന് പറ, കർത്താവേ ഞാൻ റെഡിയാ. അങ്ങ് സർവശക്തിയുള്ള ദൈവമാ, അങ്ങ് പരമാധികാരിയാ, അങ്ങ് സർവജ്ഞാനിയാ. എന്റെ ജ്ഞാനത്തെക്കാൾ, എന്റെ ശക്തിയേക്കാൾ, എന്റെ അറിവിനേക്കാൾ എത്രയോ മുകളിലാ പിതാവേ അങ്ങയുടെ ശക്തി. ഇതൊന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പേരാ ട്രസ്റ്റ്, ദൈവാശ്രയം. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവമക്കളെ, എന്റെ ശൂന്യത മാറും, നിങ്ങളുടെ ശൂന്യത മാറും കേട്ടോ. സോബി ജോയ് സിസ്റ്ററെ, മാറും കേട്ടോ. പക്ഷേ കർത്താവിനറിയണം, നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അതിനുവേണ്ടിയാ നമ്മുടെ ജീവിതത്തിലെ ചില ശൂന്യതകൾ, ചില വിഷയങ്ങൾ നീണ്ടു പോകത്തില്ലേ? പിടിച്ച വള്ളി കയറി കിട്ടത്തില്ലല്ലോ, അല്ലെ? പറയുന്ന സമയത്ത് ഇത് നിക്കത്തില്ലല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവിന് നമ്മിലൂടെ ചിലത് വെളിപ്പെടുത്താനുണ്ട്. കർത്താവിന് നമ്മെ ഒന്ന് പുറത്തു കൊണ്ടുവരാനുണ്ട്. കർത്താവിന് നമ്മെ ഒന്ന് അറിയിക്കാനുണ്ട്. കർത്താവിന് നമ്മൾ ചില തിരിച്ചറിവുകൾ പകരാനുണ്ട്. കർത്താവിന് നമ്മളുടെ ഉദ്ദേശം നിവർത്തിക്കാനുണ്ട്. അല്ലാതെ ജനിച്ചത് കൊണ്ട് ജീവിച്ചു, ജീവിച്ചത് കൊണ്ട് മരിച്ചു, ഇങ്ങനെ ജനിക്കാനുള്ളവരോ ജീവിക്കാനുള്ളവരോ അല്ല നമ്മൾ. ഞാൻ ജീവിച്ചതിന്റെ പിറകിൽ എന്നേക്കാളധികം എന്നെ കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ ആ കർത്താവിനൊരു മഹത്വം കൊടുക്കും? യെസ്. അതുകൊണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ പ്രശ്നങ്ങളും തീർത്തു. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ അറിയണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയാമോ? റെസ്റ്റോറേഷനാ. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ മടക്കി ഉറപ്പിക്കുന്ന ഒരു ദൈവം. അതിന്റെ അർത്ഥം, ആത്മീക ചൂഷണം സംഭവിച്ച ആ ജനങ്ങളോട് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരാം. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എല്ലാം തിരിച്ചു തരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലൈഫ് പോയി, സ്പിരിച്വൽ ലൈഫ് പോയി. ഹല്ലേലൂയ. ഇനിയും അവരുടെ ദേശമോ, ലാൻഡ്, അതും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ദേശത്തിന്റെ റീസ്റ്റോറേഷനും ആവശ്യമാണ്, അല്ലേ? ആണല്ലോ, അല്ലെ? അതൊക്കെ അവർക്ക് മടക്കി കൊടുക്കുന്ന ഒരു ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ രാത്രികാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കവേ നിങ്ങളെ ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അത്തിക്കഷ്ണത്തെ നോക്കി എസക്കിയേൽ പ്രവചിച്ചതുപോലെ അവസ്ഥയെ നോക്കി, അനുഭവത്തെ നോക്കി, ശൂന്യതയെ നോക്കി പ്രവചിക്കാൻ കഴിയുമോ? ഈ വചനം ഒന്ന് അയക്കാൻ പറ്റുമോ? എസക്കിയേൽ എന്താ ചെയ്തത്? ഈ വചനം അയച്ചത്, ഈ വചനം അയച്ചു, ഈ വചനമാ പ്രവചിച്ചത്. ഈ വചനം പ്രവചിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ അസ്ഥികഷ്ണത്തിന്റെ ഉള്ളിലേക്ക് കയറി. അസ്ഥികഷ്ണത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു. എത്ര പേർ ആത്മാവിൽ ഇത് റിസീവ് ചെയ്യുന്നു? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവമാ. കേട്ടോ സിസ്റ്ററെ, മടക്കി തരുന്ന ദൈവമാ. കേട്ടോ, ഹഡഭൗഷ്യസിയ. നമ്മുടെ ജീവിതത്തിലെ വിട്ടുപോയ പിടിവെള്ളി ഉണ്ടല്ലോ, മടങ്ങി വരാൻ പോവാ. പ്രിയ ദൈവമക്കളെ, നമ്മെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ, സിബി ബിജു, കർത്താവിന്റെ ദാസി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഉദ്ധാരണത്തിന് വേണ്ടിയാ ദൈവം ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ കണ്ടത്. ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉദ്ധാരണം.
ഒരു മടങ്ങി വരവ്. അടമാശന്തരാറിയൽക്കനഗസിയ റിബൽക്കമന വൈഷൽ പ്രമാണകക്ഷസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഊഡമാന ഷൈദർ അലക്കറ്റിമാനകക്ഷസിയ അർത്തുമാന വൈഡർ കമനഘടകസിയ അർത്തുല റീഗൽ കമാനി വൈശാരി ലൊറോസിയാന്തര റീബൽ കമന വൈഷസിയാന്തരാദിയ റീബൽ കമാന വൈഷസിയാന്തുര റീബൽ കമാന വൈഡർ കമാനിയാശസിയ അത്തുര റീഗൽ കമാന വൈഷസിയ ധീരൽ കമാനിയ അർത്തുഭാരകക്ഷസിയ യേശുവിന്റെ നാമത്തിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ അറിയുക, ഹല്ലേലൂയ, നമ്മെ കുറിച്ച് പദ്ധതിയുള്ള ഒരു ദൈവമുണ്ടെന്ന്, സർവശക്തിയുള്ള ഒരു ദൈവമുണ്ടെന്ന്. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം, നഷ്ടപ്പെട്ട ഹല്ലേലൂയ വിശ്വാസം നഷ്ടപ്പെട്ട മറ്റുള്ള ജാതികളുമായി ഇടകലർന്നു പോയ ജനം ദൈവത്തോട് നിലവിളിച്ചിട്ട് പറയുന്നു, കർത്താവേ, നീ എന്നെ മറന്നു കളഞ്ഞുവോ? പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാർ ഇതിന്റെ നടുവിലുണ്ട്. ആത്മാവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവാത്മാവ് ഇങ്ങനെ ദൂതറിയിക്കുന്നത് കേട്ടോ സോബി സിസ്റ്ററെ. കർത്താവ് മറന്നു പോയതല്ല. കർത്താവ് മറന്നു പോയതല്ല. കർത്താവ് മറന്നു പോയതല്ല. കർത്താവ് മറന്നു പോയതല്ല. പകരം കർത്താവ് നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാ. കർത്താവിന് ചിലത് നമ്മെ പഠിപ്പിക്കാനുണ്ട്. കർത്താവിന് നമ്മെ വേണം. കർത്താവിന്റെ പദ്ധതി നമ്മിൽ വെളിപ്പെടണം. കർത്താവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ കർത്താവ് ഉടമാരകൽക്കനകസിയ അർത്തുരാജികൽക്കമന വൈഷസിയാം തര കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. എത്ര പേർ ഇന്നത് വിശ്വസിക്കും? കർത്താവ് എന്നെ മറന്നിട്ടില്ലെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അഡഗസി, എന്നെ ദൈവം മറന്നിട്ടില്ല, എന്നെ ദൈവം മറന്നിട്ടില്ല. ഹാലൽ, എന്നെ ദൈവം മടക്കി വരുത്താൻ പോവാ, എന്നെ ദൈവം ഉത്തരിക്കാൻ പോവാ, എന്നെ ദൈവം റക്കറ്റസെ എഴുന്നേൽപ്പിക്കാൻ പോവാ, എന്റെ വിഷയത്തിൽ ദൈവം ഡീൽ ചെയ്യാൻ പോവാ. ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, ലോർഡ്, ഓ യു ആർ ദ സോവറിയൻ ലോർഡ്. അങ്ങപ്പ സർവശക്തിയുള്ള ദൈവം. ഇതൊന്ന് സമ്മതിച്ചു കൊടുത്തിട്ട് പറ, അങ്ങ് പരമാധികാരിയ, അങ്ങയുടെ ജ്ഞാനത്തിന്റെ മുൻപിൽ ഞാൻ ഒന്നുമില്ല ഡാഡി. ഹ്യൂമിലിറ്റി, താഴ്മ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിന് വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. ആശ്രയിക്കുക ദൈവത്തിൽ, വീഴുക അപ്പന്റെ കാൽക്കൽ. അപ്പൻ പറയുന്നു, ഇത് നീ അക്സെപ്റ്റ് ചെയ്താൽ, ഇത് 10 പേരോടൊന്ന് പറ, ഇത് ദേശം കാണട്ടെ, ഇത് രാജ്യം കാണട്ടെ, ഇത് നിങ്ങൾ അറിയട്ടെ. അങ്ങനെ മാത്രമേ നിങ്ങൾ എന്നെ വിട്ട് പോകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഒന്ന് അനുവദിച്ചു കൊടുത്തതാ. പ്രിയ ദൈവമക്കളെ, ബാബിലോണിയൻ എക്സൈലിൽ പിടിക്കപ്പെട്ട നെബൂഖദ്നേസർ രണ്ടാമൻ അല്ലേലോ യെരൂശലേമിനെ വളഞ്ഞു, അല്ലേലോ യഹൂദ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉടമന റികൾ മുഴുവൻ നശിപ്പിച്ച് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുമ്പോ എസക്കേൽ അടക്കം പിടിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നുകൊണ്ട് ഉണങ്ങിയ ആസ്തിയോട് എസക്കേൽ പറയുകയാ. എന്തോ പറയുന്നറിയാമോ? എന്താ പറയുന്ന? ആസ്തിയേ, നിങ്ങൾ ജീവിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ്, തലമുറയെ നോക്കി, സാഹചര്യത്തെ നോക്കി, നഷ്ടപ്പെട്ടതിനെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞ് ജീവിക്കാൻ പോവാന്ന്. യെസ്, യു ആർ ഗോയിങ് ടു കം ബാക്ക് ടു ദ ലൈഫ്. യെസ് ഒന്ന് പറഞ്ഞേ, ഒരു ജീവിതത്തിലേക്ക്, ഒരു മടങ്ങി വരങ്ങിലേക്ക്. യെസ്, എല്ലാവരും ഒരു നിമിഷം ഒരു മടങ്ങി വരവിന്റെ ശബ്ദം, മുഴക്കം കേൾക്കുന്നുണ്ടല്ലോ. ചില കുടുംബങ്ങളെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചേ, ആൻ സിസ്റ്റർ പ്രാർത്ഥിച്ചേ, സോണി സിസ്റ്റർ പ്രാർത്ഥിച്ചേ, സിസ്റ്റർ ജോലി സിസ്റ്റർ പ്രാർത്ഥിച്ചേ, ഉഷ നസിയ പേവമാരെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു മടങ്ങി വരവിന്റെ ശബ്ദം. യെസ് രമ്യ സിസ്റ്റർ പ്രാർത്ഥിച്ചേ. അഡഗസിയ റഗസിയ, ഇതിന്റെ അകത്തുള്ള എല്ലാവർക്കും ഒരു മടങ്ങി വരവ് ആവശ്യമാ. എങ്ങോട്ടാ? ഉറബല ഹറ്റസിയ, നഷ്ടപ്പെട്ടു പോയതിലേക്ക്, ഉഡഗസിയ ശൂന്യമായതിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. റീഖാമന ശംദരല അത്തുബ രാജേശ്വരി അമ്മ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് പ്രാർത്ഥിച്ചേ. സിനി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. മടങ്ങി വരവിന്റെ ഒരു മുഴക്കം എവിടെയോ കേൾക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ, ശത്രു അകറ്റി മാറ്റിയതിനെ, ശത്രു പിടിച്ചു കൊണ്ടുപോയതിനെ, ശത്രു അടിമപ്പെടുത്തിയതിനെ ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ, യെസ്, മടങ്ങി വരവിന്റെ രാത്രിയാ, റീസ്റ്റോറേഷന്റെ രാത്രിയാ. ഓ, മടങ്ങി വരുന്നവനെ ദൈവം ഉദ്ധരിക്കും, ഉദ്ധരിക്കും, ഉദ്ധരിക്കും. മടങ്ങി വരവ് തിരിച്ചറിവ, മടങ്ങി വരവ് മാനസാന്തരമ, മടങ്ങി വരവ് തിരിച്ചറിവ. റിപ്പൻഡൻസ്, ഇറ്റ് ഈസ് എ റെക്കഗ്നേഷൻ. മടങ്ങി വരവ് ദൈവത്തെങ്കിലേക്ക്. എന്താ മടങ്ങി വരവെന്ന് പറഞ്ഞാൽ? പാപം ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പകരം ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് മടങ്ങി വരുക.
ക്ഷമിക്കണം, ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വേണം, എന്റെ കുടുംബത്തിന് വിടുതൽ വേണം, എന്റെ തലമുറയ്ക്ക് വിടുതൽ വേണം. ആ തിരിച്ചറിവ് അപ്പാ നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ സർവശക്തിയുള്ള ദൈവമാ. ഓ, അങ്ങയുടെ പരമാധികാരം അത് അത്ഭുതമാ. ഈ തിരിച്ചറിവാണ് സമർപ്പണം. ഈ തിരിച്ചറിവാ മടങ്ങി വരവ്. അപ്പാ അപ്പാ ഈ തിരിച്ചറിവാ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാമല്ലോ അല്ലെ, പ്രൊഡിഗൽ സൺ, മുടിയൻ പുത്രൻ എന്ന് മലയാളികൾ വിളിക്കുന്ന പ്രൊഡിഗൽ സൺ. ആ മനുഷ്യൻ എന്താ ചെയ്തേ? തന്റെ അവകാശം അപ്പന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചോണ്ട് പോയി. സമയമാകുന്നതിന് മുൻപേ അകന്നുപോയി. അപ്പനിന്ന് മടങ്ങി വന്നു. അത്രേ ഉള്ളൂ. നമ്മൾ പാപമല്ലത്, അകന്നു പോയി. അവൻ അകന്നു പോയി. ഹല്ലേലൂയ. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സോക്കോൾഡ് വിളിക്കുന്ന ഒരു അനുഭവം ഒന്നും അല്ലത്. പക്ഷെ സ്റ്റിൽ കർത്താവിന് അകന്നു പോകുന്നത് തെറ്റാണ്. ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മടങ്ങി വരണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അടുത്തു വരാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ആ പ്രൊഡിഗൽ സൺ മടങ്ങി വന്നല്ലേ? മടങ്ങി വന്നവരനെ അല്ലേ അപ്പം വീട്ടിൽ കയറ്റിയത്? മടങ്ങി വന്നവനല്ലേ അപ്പൻ പിന്നെ മകനാക്കിയത്? അല്ലേ? അപ്പം മടങ്ങി വന്ന നമ്മളെ ദൈവം തിരിച്ച് ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമല്ലേ? പക്ഷെ അവൻ തിരിച്ചറിഞ്ഞ സത്യം നമ്മൾ തിരിച്ചറിയണ്ടേ. എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര അനുഗ്രഹമുണ്ട്, എന്റെ അപ്പൻ ആരാ? ആ തിരിച്ചറിവിന്ന് നമുക്ക് ഉണ്ടാകുമോ? എന്റെ അപ്പൻ സർവശക്തിയുള്ള ദൈവമാണെന്നും, എന്റെ അപ്പന്റെ അധികാരത്തിന് അളവില്ലെന്നും, എന്റെ അപ്പന്റെ ജ്ഞാനത്തിന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ലെന്ന്, എന്റെ അപ്പത്തിന്റെ ജ്ഞാനത്തിന്റെ മുൻപിൽ എന്റെ അവസ്ഥ ഒന്നുമല്ലെന്ന്, എന്റെ അപ്പൻ എന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുമെന്ന്, എന്റെ അപ്പൻ എന്നെ ഉറപ്പിക്കാൻ കഴിയുമെന്ന്, എന്റെ അപ്പൻ എന്നെ ഉണർത്താൻ കഴിയുമെന്ന്. ഇന്ന് പകലിൽ ചില രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരുന്നുണ്ടല്ലോ. പ്രാർത്ഥിച്ചോ. റമനസ്യ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞു. കർത്താവ് ചിലരെ പുറപ്പെടുവിക്കാൻ പോവാ കേട്ടോ. അടകശൈതരകസ്യ മടക്കി വരുത്തുന്ന ശക്തമായൊരു ദൈവിക ദൂതാണ്. ഹല്ലേലൂയ. കർത്താവ് ഉടമനഗസിസി അസാധാരണമായ ഒരു ദൈവിക പദ്ധതിയിലേക്കാണ് മടക്കി വരുത്തിയത്. എങ്ങോട്ടാ അവരെ മടക്കി വരുത്തിയത്? ഹല്ലേലൂയ. ചെത്തേണ്ടിയ സ്ഥലത്തേക്ക്. ഉടമനക ശംദരലകംസിയ നഷ്ടപ്പെട്ടിടത്തേക്ക് മടക്കി വരുത്തുകയാ. ശത്രു അകറ്റി മാറ്റിയതിനെ ഓ ശബലകസിയ. ഇന്ന് രാത്രിയിൽ ഒന്ന് സ്വീകരിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ആത്മാവ് നമ്മളോട് ദൂത് പറയുക, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. ഇഫ് യു ആർ വില്ലിംഗ് ടു റിട്ടേൺ ടു മീ, ഐ ആം ഗോയിങ് ടു റീസ്റ്റോർ യു. ഞാൻ നിങ്ങളെ ഉദ്ധരിക്കാൻ പോവാ. ഇന്ന് രാത്രിയിൽ ഉദ്ധാരണത്തിന്റെ രാത്രിയാ. ആരെല്ലാം വില്ലിംഗ് ആകുമോ ദൈവസന്നിധിയിൽ ഒന്ന് വീഴുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ, അപ്പാ നീ സർവശക്തനാ, അപ്പാ ഞാൻ അകന്നു പോയി, അപ്പാ നീ സർവജ്ഞാനിയാ. ആ തിരിച്ചറിവിലേക്ക് ഇന്ന് രാത്രി എത്ര പേർ മടങ്ങി വരും? നിങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ഉദ്ധരിക്കാൻ പോവാ. നമ്മളെ ഇന്ന് രാത്രി ദൈവം ഉദ്ധരിക്കാൻ പോവാ. നമുക്കൊന്നിച്ചൊന്ന് മടങ്ങി വന്നിട്ട് പറയാം, അപ്പാ പ്ലീസ് റീസ്റ്റോർ മീ, റീസ്റ്റോർ മൈ ഫാമിലി, റീസ്റ്റോർ മൈ ചിൽഡ്രൻ, റീസ്റ്റോർ മൈ ഫ്യൂച്ചർ, റീസ്റ്റോർ മൈ കരിയർ, റീസ്റ്റോർ മൈ മിനിസ്ട്രി, റീസ്റ്റോർ മൈ പ്രയർ ലൈഫ്. നിങ്ങൾക്ക് എങ്ങോട്ടാ വരേണ്ടത്? മടങ്ങി കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. ഞാൻ ജീവിക്കേണ്ടതിന് എന്നിൽ അങ്ങയുടെ ജീവൻ ഒന്ന് വെളിപ്പെടുത്തണമേ. ദൈവം മറന്നു, അല്ലെങ്കിൽ ദൈവശക്തി നഷ്ടപ്പെട്ട് അവരെ കുറിച്ചുള്ള ഭാവി പദ്ധതികൾ നഷ്ടപ്പെട്ട ജനത്തെ നോക്കി എസെക്കിയേൽ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. വിശ്വസിക്കാമോ? എനിക്കൊരു പുറപ്പാടുണ്ടെന്ന്. ഞാൻ യാത്ര ചെയ്യുമെന്ന്, ഞാൻ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുമെന്ന്, നഷ്ടപ്പെട്ട എന്റെ നന്മ മടങ്ങി വരുമെന്ന്. എന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി നിങ്ങൾ ഇരിക്കുന്ന കുടുംബങ്ങളിൽ ഇന്ന് രാത്രിയിൽ releasing the power of Holy Spirit. Yes, ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവാത്മാവിന്റെ അളവില്ലാത്ത ശക്തി. നിങ്ങളുടെ ശക്തിയെ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന കൂടാരത്തിൽ, ഉടമനഗസിയ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഇന്ന് രാത്രി റിലീസ് ചെയ്ത് വെളിപ്പെടുകയാണ്. ചില ശാപക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്നു. പാപവഞ്ചനകൾ അഴിയുകയാ. യെസ്, ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രിയാ, മടങ്ങി വരവിന്റെ രാത്രിയാ, ഉദ്ധാരണത്തിന്റെ രാത്രിയാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ രാത്രിയാ. എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവേ, യേശുവിന്റെ നാമത്തിൽ
സാറാഹറ്റസിയ. എന്റെ ജീവിതത്തിൽ ആ വിടുതൽ വന്നെന്ന് ഒരു ഉറപ്പുള്ളവരാ കരങ്ങൾ ഉയർത്തി അപ്പച്ചനൊരു മഹത്വം കൊടുത്തേ. എന്റെ ദൈവം എന്നെ റീസ്റ്റോർ ചെയ്തെന്ന്. യെസ്, നിങ്ങൾ അത് കാണാൻ പോവാ. യു ആർ ഗോയിങ് ടു സീ ഇറ്റ്. നിങ്ങൾ അത് കാണാൻ പോവാ. പ്രിയ ദൈവമക്കളെ, രണ്ട് കാര്യമാ. അല്ലെങ്കിൽ അത് മാത്രം പറയുമ്പോഴത്തേക്ക് എന്റെ ടൈം കഴിയും. രണ്ട് കാര്യം, ഒന്ന് ചോദ്യം, രണ്ട് ഉത്തരം, അല്ലേ? ഈ 37-ാം അധ്യായത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് കാര്യം. ഒന്ന് ചോദ്യം. ചോദ്യം എന്തുവാ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ആരാ അസ്ഥികൾ? അസ്ഥികൾ ഇസ്രായേൽ മക്കളാ, പിടിക്കപ്പെട്ടുകൊണ്ട് പോയ ജനമാ. ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കുമോ? ജീവിക്കുമോ സോണി സിസ്റ്ററെ? ജീവിക്കും. ജീവിക്കുമോ ആൻ സിസ്റ്ററെ? ജീവിക്കും. ജീവിക്കുമോ ജോളി സിസ്റ്ററെ? ജീവിക്കും. എപ്പോഴാ ജീവിക്കുന്നതാ? ദൈവത്തിന്റെ വചനം അയച്ചപ്പോൾ. എപ്പോഴാ ജീവിച്ചത്? ദൈവാത്മാവ് ഈ അസ്ഥികഷ്ണത്തിൽ കേറിയപ്പോൾ, എൻറ്റർ ചെയ്തപ്പോൾ അവര് ജീവിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ ജീവിക്കും. ഇന്ന് രാത്രിയിൽ പക്ഷേ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? യെസക്കേല് പറയുകയാ, കർത്താവേ നീ അറിയുന്നു. അത് അറിയാത്തത് കൊണ്ടല്ല, അത്രത്തോളം അതപ്പതിച്ചു പോയി പിടിക്കപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട അസ്ഥികഷ്ണത്തെ നോക്കി യെസക്കേലിന് വേറൊരു മറുപടി പറയാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളോട് ദൈവാത്മാവിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അവസ്ഥയാണോ വലുത്? അവസ്ഥയെ മാറ്റാൻ കഴിവുള്ള നമ്മുടെ സർവശക്തനാണോ വലുത്? നമ്മുടെ അവസ്ഥ അനുസരിച്ചല്ലേ നമ്മുടെ മറുപടി പോകുന്നത്? അവസ്ഥ അനുസരിച്ചൊരു മറുപടി യെസക്കേൽ കൊടുത്തത്. കാരണം എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട ഒരു ജനത, എല്ലാറ്റിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു ജനത, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ഒരു ജനത, അടിമപ്പെട്ട ഒരു ജനത, തകർക്കപ്പെട്ട ഒരു ജനത. ആ ജനതയെ നോക്കി യെസക്കേലിന് എങ്ങനെയാ പറയാൻ പറ്റുക ജീവിക്കുമെന്ന്? അതുകൊണ്ട് ബുദ്ധിപരമായി യെഹസ്കേൽ ഒരു മറുപടി പറഞ്ഞു. യേശുപ്പാ, നോക്കിയാൽ ഒരു പ്രതീക്ഷയേ ഇല്ല, നീ അറിയുന്നു. അതല്ലേ അതിന്റെ അർത്ഥം? സർവശക്തനായ കർത്താവേ, ഈ പോക്ക് കണ്ടാൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നീ അറിയുന്നു. ഇതല്ലേ നമ്മുടെ ഉത്തരം? പക്ഷെ കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് പറയുകയാ, യെസ്, അത്രയൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ നീ അറിയുന്നെന്ന്. ആ വാക്കിൽ രണ്ടർത്ഥമുണ്ട്. എനിക്കറിയാത്തത് നീ അറിയുന്നു. മനസ്സിലായോ? എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത് നിനക്ക് സൊല്ലില് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് യു ആർ ദ ഗോഡ് ഹു ഹാസ് ദ അൾട്ടിമേറ്റ് പവർ ആൻഡ് ദ നോളജ് ആൻഡ് യു ആർ ദ സോൾ. നീ സർവശക്തിയുള്ള ദൈവമാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എന്തും ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കറിയത്തില്ല. ഇതാണ് സമർപ്പണം, ഇതാണ് മറുപടി. ഇന്ന് രാത്രിയിലും ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ചില വിഷയമൊക്കെ നമുക്ക് അറിയാം അല്ലെ എന്തായി തീരുമെന്ന്. പക്ഷെ ചില വിഷയം നമുക്ക് അറിയത്തില്ല. കാരണം അതിനെ കണ്ടാൽ അതിനൊരു പ്രതീക്ഷയില്ല. കേട്ടോ സിബി സിസ്റ്ററെ? പക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ദൈവം ആരാ? നമ്മുടെ സ്വപ്നത്തിന് അതീതനാ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അതീതനാ, നമ്മുടെ ഡ്രീംസിന് അതീതനാ, നമ്മുടെ പ്രത്യാശയ്ക്ക്, നിയമങ്ങൾക്ക് അതീതനാ. ഇതൊരു ദൂതാ കേട്ടോ. ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒറ്റ ഉത്തരേ പറയാവുള്ളൂ, നീ അറിയുന്നു. എത്ര പേർ പറയും? വായ തുറന്ന് പറ, കർത്താവേ നീ അറിയുന്ന. അതൊരു താഴ്മയാ, അതൊരു ബുദ്ധിപരമായ ഉത്തരം. ദൈവത്തിന്റെ ആധിപത്യത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ അധികാരത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ സർവശക്തിക്ക് വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിട്ടുകൊടുക്കുക. ദൈവമക്കളെ, ആ ഉത്തരത്തിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ആ ഉത്തരം ഒറ്റ ഉത്തരമാ, കർത്താവേ, കർത്താവേ നീ അറിയുന്നു. വെറും കർത്താവല്ല, എന്തോ കർത്താവെന്നാ വിളിച്ചത് പുള്ളി. യഹോവയായ കർത്താവേ. അതിന് ഇംഗ്ലീഷില് സോവറിയൻ ലോർഡ് എന്നാ. സോവറിയൻ ലോർഡ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സർവശക്തി, സർവാധികാരം, സർവജ്ഞാനം എല്ലാം ഉൾപ്പെടും കേട്ടോ. സോവറിയൻ ലോർഡ്. കർത്താവേ, എനിക്കറിയത്തില്ലെങ്കിലും നിനക്കറിയാം കേട്ടോ. മോളെ അഡഗസിയ രമ്യ സുനീഷ്, കർത്താവ് ഇന്ന് രാത്രി പറയുക, കുഞ്ഞെ ദൈവത്തിനറിയാം മോളെ. കർത്താവ് ഹല്ലേലൂയ നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമാ കുഞ്ഞെ. ഇന്ന് രാത്രി നീ പറ, കർത്താവേ അങ്ങ് അറിയുന്നു എന്നൊന്ന് പറഞ്ഞ മോളെ. നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം കാണും കേട്ടോ. നാളുകൾ പിടറ ഹലക്കസ് ഒരു പട്ടം ഇങ്ങനെ
കൺട്രോളിലാക്കാൻ നമ്മൾ വലിക്കത്തില്ലേ അടകശസിയ, പക്ഷേ അത് നമ്മുടെ കൺട്രോളിലാ എന്ന് പറഞ്ഞ പോലെ കുഞ്ഞെ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലുള്ള വിഷയങ്ങളുണ്ട് കേട്ടോ. അത് കർത്താവ് കൈ കൊണ്ട് തരും കേട്ടോ. വിശ്വസിക്കാമോ കുഞ്ഞെ? ആ കൈ ഉയർത്തി കർത്താവിന്റെ രാമൻ പറഞ്ഞേ, കർത്താവ് സർവശക്തിയുള്ള ദൈവമാ കേട്ടോ. കർത്താവിന്റെ കയ്യിൽ ഹല്ലേലൂയ ജ്ഞാനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ നിങ്ങൾ? ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. ഒന്നും നമുക്കറിയത്തില്ല, പക്ഷെ കർത്താവ് പറയുകയാ, യെസ്, നിനക്കറിയാത്തതിനെ ഞാൻ ചെയ്യാൻ പോവാ. നമുക്കറിയത്തില്ല, പക്ഷെ കർത്താവ് ചിലത് ചെയ്യാൻ പോവാ. യെസക്കേലിന് അറിയുമായിരുന്നോ കർത്താവ് ഭൂകമ്പം ഉണ്ടാക്കുമെന്നും ഈ അസ്ഥി കഷ്ണം ചേരുമെന്നും? അല്ലെ, കണ്ട ദർശനം അങ്ങനല്ലേ? മുഴുവൻ ദൈവം ചെയ്ത പ്രവൃത്തി അവിടെ. മനുഷ്യൻ എന്തെങ്കിലും ചെയ്തോ അവിടെ? ഇല്ല. കർത്താവ് ഹല്ലേലൂയ പറഞ്ഞു, നീ വചനം പറ. വചനം കേട്ടു അസ്ഥി. അവലോട്ട് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അസ്ഥി കഷ്ണം എല്ലാം ഇങ്ങനെ ചെതറിക്കിടന്ന ജനം എല്ലാം ഒന്നായി. ആദ്യം സംഭവിച്ച ഒരു ഫിസിക്കൽ റിസ്റ്റോറേഷനാ, രണ്ടാമത് സ്പിരിച്വൽ റിസ്റ്റോറേഷൻ, മൂന്നാമത് നാഷണൽ റിസ്റ്റോറേഷൻ. മനസ്സിലായോ? 3 റീസ്റ്റോറേഷനാ സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവാ. നിങ്ങളിൽ ചിലർക്ക് ഫിസിക്കലാ വേണ്ടിയത്, നിങ്ങളിൽ ചിലർക്ക് ഫിനാൻഷ്യലാ വേണ്ടിയത്, നിങ്ങളിൽ ചിലർക്ക് സ്പിരിച്വലാ വേണ്ടിയത്, നിങ്ങളിൽ ചിലർക്ക് നാഷണലാ വേണ്ടിയത്, നിങ്ങളിൽ ചിലർക്ക് തലമുറയെ കുറിച്ചുള്ള ഒരു വിഷയത്തിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവം നമ്മെ ഓരോരുത്തരെ നോക്കി പറയുക, ഞാൻ നിങ്ങളെ റിവൈവൽ ചെയ്യാൻ പോവാ, നിങ്ങളെ ഞാൻ ഉയർപ്പിക്കാൻ പോവാ. ഉയർപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അനുഗ്രഹിക്കാനാ. ചുമ്മാ ജീവൻ കൊടുത്ത് ചുമ്മാ ആത്മാവിൽ റിസ്റ്റോർ ചെയ്ത് അവരെ വിട്ടില്ല. അവരെ അനുഗ്രഹിച്ചു, അവരെ ബിൽഡ് ചെയ്തു, അവരെ അഭിവൃദ്ധിപ്പെടുത്തി, അവരെ മാന്യരാക്കി. എന്റെ കർത്താവ് വലിയ ദൈവമാ കേട്ടോ. നാം തകർന്നു പോകേണ്ട സ്ഥാനത്ത്, നോക്കുകുത്തികളാകേണ്ട സ്ഥാനത്ത്, നിന്ന് അനുഭവിക്കേണ്ട സ്ഥാനത്ത്, പിടിക്കപ്പെട്ടേണ്ട സ്ഥാനത്ത് നിങ്ങളെ ഓരോരുത്തരെ നോക്കി കർത്താവ് പറയുക, കുഞ്ഞെ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. കരങ്ങളെ ഉയർത്തി അപ്പനൊരു മഹത്വം കൊടുത്തേ. അപ്പച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പച്ചൻ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാണല്ലോ. സാലി ആന്റിയെ പ്രാർത്ഥിച്ചേ, ഒരു അത്ഭുതം കർത്താവ് ചെയ്യുമല്ലോ. മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഉടമനകസിയ, ഹുറാലകസിയ, ഉഷൽക്കസിയ. 2-3 പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 1, താഴ്മ. എസക്കേലിന്റെ മറുപടിയിൽ ആ മറുപടി ഒന്നേ ഉള്ളൂ, ദൈവമേ നീ അറിയുന്നു. അതിൽ പക്ഷെ 4-5 കാര്യമുണ്ട്. 1, നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. ഈ ഉത്തരം നിങ്ങൾ ദൈവസന്നിധി കൊടുത്താൽ നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കും. 1, താഴ്മ. 2, ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതിയിലുള്ള വിശ്വാസം, ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്ലാൻ. 3, അല്ലെ റിലയൻസ് ഓഫ് ഗോഡ്സ് പവർ, ദൈവത്തിന്റെ അല്ലെ ശക്തിയിലുള്ള ആശ്രയം, വിശ്വാസം. 4, ദൈവത്തിന്റെ ജ്ഞാനവും അറിവിലുമുള്ള ഹല്ലേലൂയ അസാധാരണമായ തിരിച്ചറിവ്. 5, ദൈവത്തിന്റെ സർവശക്തി. ഈ 5 കാര്യങ്ങള് ഒറ്റ മറുപടിയിലുണ്ട്. മറുപടി ഒന്നേ ഉള്ളൂ അല്ലെ സോണി സിസ്റ്ററെ? മറുപടി ഒന്നേ ഉള്ളു അല്ലേ? എന്താ മറുപടി? കർത്താവേ നീ അറിയുന്നു. അതല്ലേ മറുപടി? യേശുപ്പാ, ഇവന്റെ പോക്ക് കണ്ടിട്ട് ശരിയാവോന്ന് തോന്നുന്നില്ല കർത്താവേ, നീ അറിയുന്നു. പക്ഷെ കർത്താവ് പറയുകയാ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോവാ. നീ കാണാത്ത, നീ അറിയാത്തൊരു പദ്ധതി എനിക്കുണ്ട് മോനെ, നിനക്കറിയാത്തൊരു വഴി എനിക്കുണ്ട് മോനെ. ഇത് ദൈവത്തിന്റെ ശബ്ദമായ എസക്കേലിനോട്. എസക്കേൽ താഴ്മയോടെ സമർപ്പിച്ചപ്പോൾ, ദൈവശക്തിയിൽ ആശ്രയിച്ചപ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയിൽ വീണപ്പോൾ, അല്ലല്ലോ ദൈവത്തിന്റെ സർവശക്തി അറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനത്തെ ഗ്രഹിച്ചപ്പോൾ എസക്കേലിനൊന്ന് മനസ്സിലായി, അപ്പാ എനിക്കറിയത്തില്ല, പക്ഷേ നീ അറിയുന്നു. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളോട് ചോദിക്കുകയാ, ഈ അസ്ഥി കഷ്ണം ജീവിക്കുമോ? ഈ കൊച്ചൻ തിരിച്ചു വരുമോ? ഇവനൊരു ഭാവിയുണ്ടോ? ഉടകസിയ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകുമോ? Can these bones revive? Can these bones revive? Can it be renewed? സംഭവിക്കുമോ? പ്രതീക്ഷയുണ്ടോ? എന്നെ കുറിച്ചോ, എന്റെ തലമുറയെ കുറിച്ചോ, എന്റെ സഭയെ കുറിച്ചോ, എന്റെ ദേശത്തെ കുറിച്ചോ നിങ്ങൾക്ക് ഈ ചോദ്യമുണ്ടോ? ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാൻ അവരിൽ ജീവൻ വരുത്തുന്ന ദൈവമാ.
ഞാൻ അവരെ പുറത്തെടുക്കുന്ന ദൈവമാ, ഞാൻ ഇതിനെ ജീവിപ്പിക്കുന്ന ദൈവമാ. ഏതോ തലമുറ ഗർഭസംബന്ധമായി തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന ആരോ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ പറ, കൽപ്പിക്കാൻ തയ്യാറാകുമോ? കൽപ്പിക്കാൻ പറ്റുമോ? ഉടകക്ഷസിയ, നിങ്ങളൊന്ന് കൽപ്പിച്ചേ യേശുവിന്റെ നാമത്തിൽ. ഹുറക്കറ്റസിയ, ചില സൃഷ്ടികൾ പുറത്തു വരുക. റാഹ കംസിയാന്തര, തലമുറകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഭാരത്തോടെ ആയിരിക്കുന്ന ചില മാതാവേ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു ദൂത് കൈമാറുക. കർത്താവ് ഇന്ന് രാത്രിയിൽ ചില ഉദരങ്ങളെ സന്ദർശിക്കാൻ പോവാ, ചില തലമുറകളുടെ ശരീരത്തെ ജീവനുള്ളതാക്കി പുറത്തു കൊണ്ടുവരാൻ പോവാ. അടകക്ഷ ലോകം അല്ലെങ്കിൽ തികച്ചും നഷ്ടപ്പെട്ടെന്ന് വിധി എഴുതിയ ചില കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുത്ത തലമുറയുണ്ടെങ്കിൽ നിങ്ങൾ കരം വെച്ചൊന്ന് പ്രവചിച്ചു തുടങ്ങിക്കേ. കൽപ്പിച്ചു പറ. ഉടമനക്കസിയ, എന്താ കൽപ്പിച്ചതാ? എന്താ വചനം അയച്ചതാ? ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇതാ പ്രവചനം. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ശ്വാസമില്ലാത്ത, ജീവനില്ലാത്ത തലമുറകൾ പുറത്തു വരിക. ഞരമ്പ് വെക്കും. ഞരമ്പ് ഷേപ്പ് ഇല്ലാത്തതാ കേട്ടോ. ഇന്ന് രാത്രി ഷേപ്പ് ഇല്ലാത്ത തലമുറകൾക്ക് ഷേപ്പ് വരാൻ പോവാ. ഉടമനകസിയ, ശക്തിയില്ലാത്ത തലമുറകൾക്ക് ശക്തി വരാൻ പോവാ. എത്ര പേർ പ്രാർത്ഥിക്കും ദൈവമക്കളെ? ഉടമന ശമനകസിയ, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ പട്ടണം അറിയാൻ പോവാ, നിങ്ങളുടെ സഭ അറിയാൻ പോവാ. പ്രവർത്തിക്കാൻ കഴിയുമോ? അവസ്ഥയെ നോക്കി, തലമുറയെ നോക്കി, ഭാവിയെ നോക്കി, ജോലിയെ നോക്കി, ദേശത്തെ നോക്കി ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രവചിക്കും? ഒന്ന് പ്രവചിച്ചേ. ആത്മാവിൽ ഞാൻ കാണുന്നല്ലോ ചില ജീവിതങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരുന്നതാ. ശ്വാസം അറ്റതിന് ശ്വാസം കൊടുത്തൊരു ദൈവം, ജീവൻ അറ്റതിന് ജീവൻ കൊടുത്തൊരു ദൈവം, ചിതറിപ്പോയവരെ ഒന്നാക്കി ചില വൈവാഹിക ബന്ധങ്ങൾ ഒന്നാകുന്നത് ആത്മാവിൽ കാണുകയാ. അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോവാ. ദൈവത്തിന്റെ ശബ്ദം അവിടെ ജ്വലിച്ചപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവിടെ കൈമാറിയപ്പോൾ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കും മാതാവേ. ഉടകലകസിയ, ചില കുടുംബ ജീവിതങ്ങൾ ഒന്നാകുകയാ. റെമാന രാജേശ്വരി അമ്മ പ്രാർത്ഥിച്ചോ. ദേശം അറിയാൻ പോവാ നീ ആരാണെന്ന്, നിങ്ങളുടെ ദൈവം ആരാണെന്ന്. ആശ്മി ദേവദാസി, പ്രവചിക്കുക, വചനം വായിച്ച് പ്രവചിക്കുക. ഞാൻ അവരിൽ ശ്വാസം വരുത്തുമ്പോൾ, തോക്കുകൊണ്ട് പതിയുമ്പോൾ, ഷേപ്പ് വരുത്തുമ്പോൾ സൃഷ്ടികൾ ഉണ്ടാകാൻ പോവാ. മിനി ജേക്കബ് പ്രാർത്ഥിച്ചോ ദൈവദാസി. അസാധാരണമായ ഒരു ദൈവിക കരുതൽ വെളിപ്പെടുകയാ. യെസ്, പ്രവചിച്ചോ ദൈവദാസി. തലമുറകളുടെ മേലെ ഒരു അസാധാരണമായ ടേണിംഗ് ഉണ്ടാകാൻ പോവാ. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയാൻ പോവാ. പ്രിയ ദൈവമക്കളെ, അവൻ പ്രവചിച്ചപ്പോ അവൻ തിരിച്ചറിഞ്ഞതിനെ ഡിക്ലെയർ ചെയ്തു. എസക്കേൽ അറിഞ്ഞ സത്യം ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ എത്ര പേർ ഡിക്ലെയർ ചെയ്യും? കർത്താവേ, നീ അറിയുന്നു. നിങ്ങൾ ഡിക്ലെയർ ചെയ്ത എത്ര പേര്? ഡിവൈസ് 38 പേർ. നിങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ദൈവമഹത്വം കാണാൻ പോവാ. ഏത് ഉദ്ധാരണമായി എനിക്ക് വേണ്ടിയത്? ദൈവത്തോട് പറ, കർത്താവേ, ഈ വിഷയം എനിക്കറിയില്ല, അങ്ങേക്കറിയാം. അങ്ങയുടെ കയ്യിൽ തരുവാ. ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോവാ. ദൈവാത്മാവിന്റെ പരിവർത്തനം ആത്മാവിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ അനുസരിക്കുക. അത് നാം ചെയ്യേണ്ട കാര്യമാ. അപ്പോൾ ദൈവം ചെയ്യേണ്ടത് ചെയ്യും. വിശ്വസിക്കുക ദൈവദാസിയെ, ദൈവദാസന്മാരെ വിശ്വസിക്കുക, അനുസരിക്കാം, പ്രാർത്ഥിക്കുക, ഉടകക്ഷസി ആശ്രയിക്കാം. ഇത് നാലും നാം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ദൈവത്തിന്റെ ശക്തി അടകസ്യ അസ്ഥികളിലേക്ക് പ്രവചിച്ചിറങ്ങിയപ്പോൾ ദൈവവചനത്തിന്റെ ശക്തി ആ അസ്ഥികഷണത്തിലേക്ക് ഉടകൽക്കസിയ ഇറങ്ങിയപ്പോൾ എസക്കേലിന്റെ അതരം ദൈവത്തിന്റെ മൗത്ത് പീസായി മാറി. ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന സിബി ബിജു, അല്ലെങ്കിൽ ആ വായ ദൈവത്തിന്റെ മൗത്ത് പീസായി ഇന്ന് രാത്രിയിൽ മാറട്ടെ. വചനം അയക്കാമോ? ജീവിക്കേണ്ടതിന് ജീവൻ വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ചില മണ്ഡലങ്ങൾ ജീവിക്കാൻ പോവുകയാ. യെസ്,
I am going to bring life. The word brings life. വചനം ജീവൻ കൊണ്ടുവരുന്നു. എവിടെയൊക്കെയോ നശിച്ചു പോയതാ, എവിടെയൊക്കെയോ ഉണങ്ങിപ്പോയതാ, എവിടെയൊക്കെയോ പ്രതീക്ഷ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ ജീവൻ പ്രാപിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമോ? ആത്മാവിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. ഇന്ന് രാത്രിയിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. മരണം പറഞ്ഞിടത്ത് ജീവൻ വെളിപ്പെടുന്നു. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകുകയാ. ഉടകസ്യ ശ്വാസം, ദൈവത്തിന്റെ ശ്വാസം. ദ ബ്രത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശ്വാസം. അത് ബോണിലേക്ക് എത്തിയപ്പോൾ ജീവൻ വന്നു. ശാരീരികമായ റീസ്റ്റോറേഷൻ കഴിഞ്ഞ ഒരു ആത്മീക വിടുതല സംഭവിച്ചത് അവിടെ. അൽബാസിയ റഹറ്റസിയ ദൈവമക്കളെ, ഒരു വലിയ റീസ്റ്റോറേഷൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ആത്മമണ്ഡലത്തിൽ, മാനസിക മണ്ഡലങ്ങളിൽ, തലമുറയോടുള്ള വിഷയത്തിൽ ഒരു വലിയ റീസ്റ്റോറേഷൻ നടക്കുകയായി ഇപ്പോൾ. യെസ്, എല്ലാവരും അതരം തുറന്നൊന്ന് പറഞ്ഞേ, അതരം തുറന്നൊന്ന് കൽപ്പിച്ചേ. ദൈവത്തിന്റെ നാക്കാ നമ്മുടെ നാക്ക്. നമ്മളിപ്പോ ദൈവത്തിന്റെ മൗത്ത് പീസുകളാണ്. പ്രവചിച്ചേ, വചനം അയച്ചേ. യെസ്, വചനം അയച്ചേ. എത്ര പേർ ഇന്ന് പകലിൽ അതരം തുറക്കും? നിങ്ങളുടെ മേൽ, നിങ്ങളുടെ വിഷയത്തിന് മേൽ ഒരു ജീവൻ വ്യാപരിക്കുന്നതാ ആത്മാവിൽ ഞാൻ കാണുന്നു. നിങ്ങൾ അക്ഷരിക കണ്ടുകൊണ്ട് കാണാൻ പോവാ. പ്രവാചകൻ വചനം അയച്ചപ്പോൾ ജീവനുള്ളതായി പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവജനമേ, അസാധാരണമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലമുറയിൽ വെളിപ്പെടാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇതൊരു തിയറി അല്ല കേട്ടോ. വചനം തിയറി അല്ല, വചനം പ്രാക്ടിക്കലാ. അല്ല ഭവിഷ്യത്തെൽക്കസിയ. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത് വെറുതെ നിങ്ങൾ കേട്ട് മടങ്ങിപ്പോകരുത്. ഇത് അയച്ച കാര്യം സാധിപ്പിക്കാൻ പോവാ. അയർലൻഡിലുള്ള കുഞ്ഞിനോട്, ഓസ്ട്രേലിയയിലുള്ള കുഞ്ഞിനോട്, കാനഡയുടെ കുഞ്ഞിനെ നോക്കി, അമേരിക്കയുടെ കുഞ്ഞിനെ നോക്കി പ്രവചിക്കാം. യെസ്, നോർത്ത് ഇന്ത്യയിലുള്ള കുഞ്ഞിനെ നോക്കി പ്രവചിച്ചേ. മിനിസ്ട്രിയെ നോക്കി ഒന്ന് പ്രവചിച്ചേ. ഇന്ന് രാത്രിയിൽ ദൈവവചനം അയച്ചാൽ, എസെക്കിയേൽ വചനം അയച്ചപ്പോൾ ചിതറിപ്പോയതെല്ലാം ഒന്നായി മാറിയതുപോലെ ചില കുടുംബജീവിതങ്ങൾ ഒന്നായി മാറുന്നു. ചില സൃഷ്ടിപ്പുണ്ടാകുന്നു. ഉടകടക ശബ്ദ ചിലതിലേക്ക് ജീവൻ വ്യാപരിക്കുകയാ, ദൈവത്തിന്റെ ജീവൻ. യെസ്, എബ്രായർ 9:12 വരുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. ലൈവ് ആൻഡ് ആക്റ്റീവ്. ഇറ്റ്സ് എ ലിവിംഗ് വേർഡ്, ഇറ്റ്സ് എൻ ആക്റ്റീവ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. എന്തിനാ നിങ്ങൾ ദൈവത്തിന്റെ വചനം അയക്കണം? നമ്മളെല്ലാവരും പലപ്പോഴും അന്യഭാഷയൊക്കെ പറഞ്ഞ സംതൃപ്തരല്ല കേട്ടോ. ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഭയങ്കരമാണ്. ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. അപ്പൊ ഏതെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട മരിച്ചുപോയ വിഷയത്തെ നോക്കി ഈ വചനമാണ് നിങ്ങൾ കൽപ്പിക്കേണ്ടത്. ദൈവവചനം കൽപ്പിക്കുക. ദൈവവചനത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്. ദൈവവചനം ജീവനിലേക്ക് മടക്കി വരുത്തും. ദൈവവചനം രൂപാന്തരം കൊണ്ടുവരും. രൂപാന്തരം ആവശ്യമാണോ? ശക്തി ആവശ്യമാണോ? ഈ വചനം അയക്കുക. ഉടമന വൈഡക രഗക്ഷതിയ അടൽ ഖമന വൈഷതിയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവവചനത്തിന്റെ ശക്തി പുറപ്പെടുക. ദൈവവചനത്തിന്റെ ശക്തി പുറപ്പെടുന്നു. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ശക്തി പുറപ്പെടുന്നു. ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, സന്ധി മജ്ജകളിലേക്ക്, തലമുറകളിലേക്ക്, വിഷയങ്ങളിലേക്ക്, ഭാവിയിലേക്ക്. എങ്ങനെയാ ദൈവവചനം അയക്കേണ്ടത്? സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, പ്രൊഫസൈസ്. സംസാരിക്കും നിങ്ങൾ വചനം, പ്രവചിക്കും വചനം, വിശ്വസിക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴാ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. എവിടെയും പോകണ്ട, അടകസി ആർക്കും പൈസ കൊടുക്കണ്ട, ഒരു പുണ്യവാളന്മാരെ കാണണ്ട, ഒരു മലയും കയറി ഇറങ്ങണ്ട. ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഇനി ഒരു പോയിന്റും കൂടിയുണ്ട്. അത് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പദ്ധതി അല്ലെ, ഒരു പ്രോസസ്സിങ് നടന്നല്ലേ. അതും കൂടി പറയാൻ എനിക്ക് സമയം ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് പറയാം കേട്ടോ. നമ്മുടെ കർത്താവിന്റെ ഒരു റീസ്റ്റോറേഷൻ പ്രോസസ് അവിടെ നടന്നല്ലേ. അസ്ഥിമാസം എല്ലാം ഇങ്ങനെ കിടക്കല്ലേ, ഇവരെല്ലാം ഒന്നാക്കാൻ അവിടെ ഒരു പ്രോസസ്സിങ് നടന്നല്ലേ. ആ പ്രോസസ്സിങ് എന്തുവാ? പ്രവചിച്ചപ്പോൾ, വചനം പറഞ്ഞപ്പോൾ അസ്ഥികളുടെ മേൽ അത്ഭുതം നടന്നു. മുഴക്കം ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി അല്ലേ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായപ്പോ എന്താ സംഭവിച്ചു? ഈ മാറിക്കിടന്ന എല്ലാം ഒന്നായി. അത് റീജോയിനിങ്ങാ, അതൊരു ദൈവപ്രവൃത്തിയാ.
ആരെങ്കിലും ഉണ്ടോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോവാ. 2, ത്വക്ക് പിടിപ്പിച്ചു. ത്വക്കെന്താ? എന്തിനാ ത്വക്ക്? അതൊരു ഷേപ്പ് കൊടുക്കുന്ന അല്ലേ? അതല്ലേ, ഒരു ഷേപ്പ് വരണമെങ്കിൽ ത്വക്കൊക്കെ വന്നല്ലേ. ത്വക്കില്ലാത്ത ഭാഗത്തിന് ഒരു ഷേപ്പ് സൗന്ദര്യം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഷേപ്പിംഗ് ചെയ്തതാ. പിന്നെ മാംസം വെച്ച് പിടിപ്പിച്ചല്ലേ. മാംസം എന്തുവാ? ഹല്ലേലൂയ. ഒരു ശമന ഘടകസ്യ. മാംസം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഹല്ലേലൂയ. ഈ ഞരമ്പിനെ, ഈ ടെൻഡോണിന് സപ്പോർട്ട് കൊടുക്കുന്ന മസില്. അപ്പൊ ടെൻഡോണും വന്നു, മസിലും വന്നു അല്ലെ. ഇതൊക്കെ വന്നില്ലയോ? വന്നോ ഇല്ലയോ? വന്നെങ്കിൽ നമുക്ക് വരുമോ? വരും. കർത്താവിന്റെ വചനം ഒന്ന് അയക്കാൻ തയ്യാറായാൽ ഈ അസ്ഥി കഷ്ണത്തിന്റെ മേൽ അല്ലെ ത്വക്ക് വന്നു, ഞരമ്പ് വന്നു, മാംസം വന്നു, അവര് ജീവനുള്ള ദേഹിയായി മാറി. ഫിസിക്കൽ റെസ്റ്റോറേഷൻ. പിന്നെ ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോൾ അവർക്കൊരു സ്പിരിച്വൽ റെസ്റ്റോറേഷൻ ഉണ്ടായി. ജീവൻ വന്നു. ആദാമിൽ ദൈവത്തിന്റെ ജീവൻ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറി. മൂന്നാമത് എന്താ ചെയ്തു? ദൈവം അവരെ മടക്കി വരുത്തി. അതാണ് ഒരു ലാൻഡിന്റെ റെസ്റ്റോറേഷൻ. മനസ്സിലായോ? ദേശത്തിന്റെ വിടുതല. ഉടകസി 3 കാര്യം അവിടെ സംഭവിച്ചു. എന്നിട്ട് വെറുതെ വിട്ടില്ല, അവർക്ക് അഭിവൃദ്ധി വരുത്തി. അവരെ ദേശത്ത് മാനിച്ചു. ഒരു നാൾ പിടിക്കപ്പെട്ടു പോയ ജനം, ഒരു നാൾ തകർക്കപ്പെട്ട ജനം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക, ദൈവജനമേ, എന്നെയും നിങ്ങളെയും പണിയുന്നൊരു ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും മാന്യരാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹംബിൾ യുവർ സെൽഫ്. കർത്താവിന്റെ സന്നിധിയിൽ 2 കൈ ഉയർത്തി പറ, കർത്താവെ നീ അറിയുന്നു. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിക്കേ. പറഞ്ഞേ, കർത്താവെ നീ അറിയുന്നു. പരിശുദ്ധ പിതാവേ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വന്നല്ലോ. കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ജനത്തെ ദൈവം സന്ദർശിക്കുന്നതിനായി, ഞങ്ങളെ ദൈവം സന്ദർശിക്കുന്നതിനായി സ്തോത്രം. ഉദ്ധരിക്കപ്പെടേണ്ട മണ്ഡലങ്ങളെ, ഉയർപ്പിക്കേണ്ട മണ്ഡലങ്ങളെ, മാന്യരാകേണ്ട മണ്ഡലങ്ങളെ, അഭിവൃദ്ധി പ്രാപിക്കേണ്ട മണ്ഡലങ്ങളെ അപ്പന്റെ കയ്യിൽ തന്നിട്ട് പറയുവാ ഞങ്ങൾ, അപ്പാ അങ്ങ് അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ കുടുംബങ്ങൾ തൊടപ്പെടട്ടെ. Let these families get be touched. Let them be touched with a mighty power. We trust in your power. We trust in your knowledge. We trust in your sovereignty. അങ്ങയുടെ സർവശക്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വചനം അയക്കുന്നു. ആത്മാവിനെ അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ.